കുറച്ച് കക്ക കിട്ടിട്ടോ. അപ്പോൾ ഞാൻ വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കക്കേനുള്ളിൽ ഈ അഴുക്കെടുത്ത് കളയണം. ചെറിയ കക്കയാണെങ്കിൽ ഈളോണ്ട് ഇങ്ങനെ കുത്തി കുത്തി കളയും. വലിയ കക്ക ആയതുകൊണ്ട് കൈ കൊണ്ട് എടുത്ത് കളയാൻ സിമ്പിളാണ്. അപ്പോൾ ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കുക. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് സവാള ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് തക്കാളിൻ്റെ ആവശ്യമൊന്നുമില്ല, സവാള തന്നെ കുറച്ചെടുത്താൽ മതി. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ഞാൻ കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ കൂടുതൽ ഇട്ടത്, അതുകൊണ്ട് തന്നെ മുളകും പൊടി കുറച്ചിട്ടാൽ മതി. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഞാൻ നേരത്തെ കക്ക വേവിച്ച് വെച്ചായിരുന്നു. അപ്പം അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കക്കയ്ക്ക് കുറച്ച് വേവ് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കക്ക ഫ്രൈ ഇവിടെ കക്ക വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനോട് കഴിക്കാൻ സൂപ്പറാണ്, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക.